ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹർഷൻ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഹർഷൻ. എനിക്ക് 29 വയസ്സുണ്ട്. യഥാർത്ഥ പേരല്ല. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി മാഡം. ഒരു ആൺകുട്ടിയുമുണ്ട്. പക്ഷേ മാഡം, പണ്ട് തൊട്ടേ എനിക്ക് സ്ത്രീകളോട് അടുത്തിടപഴകാൻ വലിയ മടിയാണ്. എന്തോ ഒരു നാണവും ഭയമൊക്കെയുണ്ട്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒന്നും ഒട്ടും നല്ല ഫ്രണ്ട്സ് ഇല്ല. ആണുങ്ങളുമില്ല, പെണ്ണുങ്ങളുമില്ല. പെണ്ണുങ്ങളാണെങ്കിൽ തീർത്തില്ലെന്ന് പറയാം. അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ. എൻ്റെ ചേച്ചിയുണ്ട്. അവളെപ്പോഴും എന്നെ കളിയാക്കും. എടാ, ഇത്രയും തണ്ടും തടിയൊക്കെ വെച്ച് ആണത്തമുള്ള ശരീരവും വെച്ച് പെണ്ണുങ്ങളെങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാടാ നിനക്കൊരു നല്ല കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുക എന്ന് പറയും. എൻ്റെ ചേച്ചിയാണെങ്കിൽ എല്ലാം തുറന്നടിച്ച് പറയുന്നൊരു സ്വഭാവക്കാരിയാണ്. കല്യാണം കഴിച്ചതാണ്. ഭർത്താവിനോടൊക്കെ ഭയങ്കര ഓപ്പണാണ്. വീട്ടിലാണെങ്കിലും എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയും. ഭർത്താവിനെ ഭരിച്ചിട്ടിരിക്കുന്ന ഒരു കുതിരക്കുട്ടിയാണ് എൻ്റെ ചേച്ചി. വലിയ ബ്രേക്കില്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് തിരിച്ചൊന്നും പറഞ്ഞാലും നമുക്ക് ഫലവത്തായി തോന്നില്ല. അവളുടെ വായിൽ അതെല്ലാം അടങ്ങിപ്പോകും. കഴുത്തിന് ചുറ്റും നാക്കുള്ള ഒരു തൻ്റെടിയാണ് അവൾ. ഇടയ്ക്ക് അച്ഛനെയും അമ്മയും വരെ അവൾ ഭരിക്കും. ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം അവൾ എൻ്റെ മുറിയിൽ കയറി കേട്ടോ. ഞാനില്ലാത്ത സമയത്താണ്. തലയണക്കടയിൽ നിന്നും ഫയറും മുത്തുച്ചിപ്പിയും അവൾ കണ്ടെടുത്തു. ഈ നാണം കെട്ടവൻ. അവന് പെണ്ണുങ്ങളോട് താല്പര്യമില്ല, പെണ്ണുങ്ങളോട് മിണ്ടാൻ പേടി. പക്ഷേ വായിച്ച് രസിക്കുന്നതോ ഇതൊക്കെ. നീ എന്നാടാ നന്നാകാ? ഇങ്ങനെ പുസ്തകത്തിൻ്റെ മുകളിൽ പാടുവരുത്തിയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. യഥാർത്ഥ ഒരു പെണ്ണ് വരുമ്പോൾ അവളെ മാനേജ് ചെയ്യാൻ നിനക്ക് പറ്റണം. ഇങ്ങനെ നടന്നാൽ പോരാ എന്ന് പറഞ്ഞ് അവൾ എന്നെ നുള്ളിയിട്ടാണ് പോയത്. ആ, വായിച്ച് ഇതിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്ക്. ഉടനെ തന്നെ കല്യാണം നടത്തേണ്ടതല്ലേ എന്നൊക്കെ പറയും മാഡം. അപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അച്ഛാ, അമ്മേ, ഇവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് കേൾക്കാനിരിക്കായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴേ കല്യാണം വേണ്ട, 10-30 വയസ്സാകട്ടെ എന്ന്. അവൾ പറഞ്ഞു, മൂക്കി പല്ല് വരുമ്പോഴല്ല കല്യാണം കഴിക്കുന്നത്, നല്ല ചോര നീരുള്ളപ്പോഴാണ്. ഇപ്പം നീ കല്യാണം കഴിക്കണം, ഞങ്ങൾ പെൺകുട്ടിയെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളാണ് ചാടി ഇറങ്ങിയത്. എന്നെയും കൊണ്ട് പെണ്ണ് കാണാൻ പോകാൻ അവളങ്ങ് വലിയ ഉത്സാഹമെടുത്തു. എന്തായാലും 4ാമത്തെ പെൺകുട്ടിയെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സ്വപ്നത്തിൽ കണ്ട ഒരു സുന്ദരിയായിരുന്നു. വെളുത്ത തൊടുത്ത് എല്ലാ രീതിയിലും അഴകും അളവും ഒത്തുചേർന്ന ഒരു പെണ്ണ്. അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമായി. അവൾ നാണക്കാരിയൊന്നുമല്ല, ഇത്തിരി ആക്റ്റീവായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. എന്നേക്കാൾ കൂടുതൽ പേഴ്സണാലിറ്റി അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇത്തിരി ഒരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, നീയാണ് ഭർത്താവ്, നിനക്കെന്താ കുഴപ്പം, കാണാൻ കൊള്ളാം, നല്ലൊരാണുമാണ്, പിന്നെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും നീ ഫയറൊക്കെ ഇഷ്ടം പോലെ അങ്ങ് ഫയറായിട്ട് വായിക്കുന്നില്ലേ, അപ്പം A to Z കാര്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ടൊരു കുഴപ്പമില്ല, അത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് നീ സ്വപ്ന ലോകത്തു നിന്നും യഥാർത്ഥ ലോകത്തിലേക്കും കടക്കാൻ പറഞ്ഞു. പിന്നെന്ത് ചെയ്യാനാണ്? ആനയെ പൂട്ടിയിട്ടതുപോലല്ലേ അങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, അതും ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വീട്ടുകാർ തന്നെ കണ്ടെത്തി തന്നല്ലോ, അതും എനിക്ക് ഗുണമായി. പക്ഷേ മാഡം, ആദ്യ ദിവസം മുതൽ എനിക്കാണെങ്കിൽ വല്ലാത്തൊരു സംഭ്രമമാണ്, പേടിയും വിറയലും ഒക്കെയുണ്ട്. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്, അവളുടെ സൗന്ദര്യവും ഇഷ്ടമാണ്. അവൾ അടുത്ത് വന്നിരിക്കുമ്പോൾ മാദകത്വമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വല്ലാത്ത ഒരു സുഗന്ധമാണ് അവൾക്ക്. പക്ഷേ എനിക്കടുത്ത് പെരുമാറാൻ വലിയ മടി. ആദ്യ ദിവസം ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു, തഴുകി, പിന്നെ ഉമ്മ വെച്ചു. അത് കഴിഞ്ഞ ശേഷം കിടന്നുറങ്ങി. എനിക്കാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. 2-3 ദിവസം ഇത് ആവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് ചോദിച്ചു, ചേട്ടനെന്താ ഇപ്പോഴും ക്ഷീണമാണോ എന്ന്. അവൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രതീക്ഷിക്കത്ത് ഉയരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങ് സ്റ്റാർട്ടിങ് ട്രബിളാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വല്ലാത്ത മോഹവുമാണ്. ഒരു തങ്കക്കനി മുന്നിലിരിക്കുകയാണ്, പക്ഷേ കടഞ്ഞെടുക്കാൻ വയ്യ. എന്ത് കഷ്ടമാണിത് എന്ന് ഞാൻ ഓർത്തു. ആ സമയത്ത് ഒരു ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞ ശേഷവും ഞാനും ചേച്ചിയും എൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെ. ആ സമയത്ത് ചേച്ചി അവളോട് ചോദിക്കുകയാണ്, എടി മോളെ, എങ്ങനെയുണ്ട് ഇവൻ, നിനക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ചമ്മി
പ്ലേറ്റിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ ഞാൻ ചമ്മി. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പിന്നെ ഞാൻ ചോദിക്കണ്ടേ? അവൾക്ക് നിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന് അറിയണ്ടേ? ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നത് കാക്ക ഓടിക്കാനാണോ? അവളുടെ കാര്യങ്ങൾ ശരിക്കും നടക്കണ്ടേ? ഇതൊക്കെ കേട്ട് എൻ്റെ ഭാര്യ ചമ്മിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കൈ കഴുകി ആ സിറ്റുവേഷനിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ചേച്ചി എവിടേക്കോ പോകുന്നത് കണ്ടു. എന്തെങ്കിലും ചോദിക്കാനാകും ഉറപ്പാണ്. എൻ്റെ ഭാര്യ എന്തെങ്കിലും രീതിയിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി എന്നോട് വന്ന് പറയും, നീ എന്തിനാടാ ഇങ്ങനെ കുളം കര എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത്? കുളത്തിലേക്ക് എടുത്ത് ചാടരുതോന്ന്. ഷോ, എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. പക്ഷേ എൻ്റെ ഭാര്യ ചേച്ചിയോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു. ഇത്രയും നാളായിട്ടും തഴുകലും ചുംബനങ്ങളും മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇതുവരെ വിദ്യാരംഭം കുറിച്ചിട്ടില്ലെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ താഴെയായിരുന്നു. എൻ്റെ ചേച്ചി മുകളിലേക്ക് പാഞ്ഞു വന്നു. ഞാൻ ബെഡ്റൂമിലിരിക്കുകയാണ്. ചേച്ചി വന്ന് എൻ്റെ പുറത്തിട്ട് രണ്ടടി. ഇപ്പം എത്ര ദിവസമാണ് കല്യാണം കഴിച്ചിട്ട്? 10 ദിവസം ആകാറായില്ലേ? നീ എന്തെടുത്തോണ്ടിരിക്കുകയാണ്? അങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാനാണോ ഒരു പെണ്ണെ കല്യാണം കഴിച്ചത്? ഫയറും കൊച്ചു പുസ്തകമൊക്കെ വായിച്ചിട്ട് ഇവിടെ എന്തായിരുന്നു പുകില്? എന്നിട്ട് അതിൻ്റെ ഒരു കണിക പോലും നിന്നിൽ കാണാനില്ലല്ലോ. നീ ഒരാണല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെറുതെ തൂക്കുകട്ടയും കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ചേച്ചി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇന്ന് തന്നെ ഇതിന് ഒരു നിവൃത്തി കണ്ടോണം. നാളെ ഉണരുമ്പോൾ അവൾ സംതൃപ്തയായിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ല അടി കിട്ടും. അതുമാത്രമല്ല നാട്ടുകാരുടെ വീട്ടുകാരോടെല്ലാം ഞാൻ പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. എൻ്റെ ചേച്ചിയല്ലേ, നാട്ടുകാരോടല്ല, വേണമെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കും, അത്ര ടൈപ്പാണ്. അന്ന് പിന്നെ ഞാൻ അവളോട് കൂടുതൽ അടുത്തു. അപ്പോൾ അവളെന്നോട് ചോദിച്ചു, ചേട്ടന് നാണമാണോന്ന്. ഞാൻ പറഞ്ഞു, ഇതുവരെയും ഒരു സ്ത്രീയുമായിട്ടും എനിക്ക് ഒരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ പ്രശ്നമില്ല ചേട്ടാ, ചേട്ടൻ വളരെ പതുക്കെ മതി എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് എൻ്റെ കൈകൾ പിടിച്ച് പല പല മേച്ചിൽ പുറങ്ങളിലേക്കും എന്നെ നയിച്ചത്. അവൾ തന്നെ ഇത്തിരി മുൻകൈ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അന്ന് ഏകദേശം ഒരു 80% വിജയിച്ചു എന്ന് പറയാം. പിന്നീടുള്ള ദിവസങ്ങളിൽ പരീക്ഷണങ്ങളായിരുന്നു. അങ്ങനെ 3 മാസം കൊണ്ട് മാഡം അവൾ വല്ലാതെ മാറി. എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒരിടത്ത് തന്നെ അടക്കി കിടത്തില്ല. ഇത്തിരി കഴിയുമ്പോഴേക്കും അവൾ പറയും, തുടങ്ങാം, നമുക്ക് തുടങ്ങാം. ഓഫീസിൽ പോയിട്ട് വരുമ്പോഴേക്കും അവൾ കാത്തിരിക്കും. കുളിച്ച് നൈറ്റിയൊക്കെ ഇട്ട് സെൻറ്റ് പൂശി സുഗന്ധപൂരിതയായിട്ട് കാത്തിരിക്കും. അവളുടെ മുടികൾക്കും അവളുടെ ചുണ്ടിനും അവളുടെ ശ്വാസത്തിന് പോലും നല്ല ഗന്ധമാണ്. അത്രയ്ക്കും സൗഗന്ധമുള്ളൊരു പെണ്ണാണ് അവൾ. അവൾക്ക് വേണ്ടി എൻ്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു. ഭാര്യയും ഞാനും തമ്മിൽ യഥാർത്ഥ പ്രണയത്തിലാവുകയായിരുന്നു. അവൾ എന്നോട് എപ്പോഴും പറയും, ഞാൻ പറയുന്ന എല്ലാ ദിവസങ്ങളും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണേ, എനിക്ക് നിങ്ങളില്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. ആദ്യമൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു മാഡം. പിന്നീട് ഇവൾക്ക് ഇൻട്രസ്റ്റ് അങ്ങ് കൂടി. നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കാണില്ലേ, ആ സമയത്ത് പല പല വാചകങ്ങളെ വിളിച്ച് പറയുന്നത്. അങ്ങനെ ഇവൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് കേൾക്കാൻ കൊള്ളാത്ത പല കാര്യങ്ങളും വിളിച്ച് പറയും. ഞാൻ ചോദിക്കും, നിനക്ക് ഇത്രയും ആഗ്രഹമുണ്ടായിരുന്നോ എന്ന്. അവളപ്പോൾ എന്നോട് പറയും, ചേട്ടാ, ഐസ്ക്രീമും കേക്കും എന്താണെന്നറിയാത്തവർക്ക് അതിനെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. തിന്നാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ അത് തിന്നവർക്കറിയാം ഏത് ഫ്ലേവറാണ് സ്വന്തം ഇഷ്ടത്തിന് ചേർന്നത്, ഏതിനോടാണ് ആസക്തി കൂടുതലെന്ന്. അങ്ങനെയുള്ളവർ തേടി തേടി പോകും എന്ന് പറയുന്ന പോലെയാണ്. അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തർക്കും അന്തരാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് മഹാവിസ്ഫോടനം നടക്കുന്നത്. ചേട്ടൻ എന്നെ എല്ലാം ഒന്നാദ്യം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് PhD എടുക്കണം തോന്നി. ഞാനങ്ങ് എടുത്തു. കുഴപ്പമുണ്ടോ? നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നമ്മളല്ലാതെ ആരാ ഇവിടെ കൂട്ടപ്പഠനം നടത്തുക എന്ന് ചോദിക്കും. ഞാൻ അവളുടെ ഉറഞ്ഞ തുള്ളലുകൾ ഒത്തിരി ആസ്വദിച്ചു. പക്ഷേ എന്നേക്കാൾ 7 ഇരട്ടി വേഗമായിരുന്നു മാഡം അവൾക്ക്. അവളുടെ ആസക്തികളുടെ അന്തരാർത്ഥം കണ്ട് ഞാൻ പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. പക്ഷേ അവൾ എൻ്റെ മോഹവലയത്തിലെ പഞ്ചവർണ്ണ തത്തയായിരുന്നു അവൾ. ഇതിനിടയ്ക്ക് അവൾ ഗർഭിണിയായപ്പോഴും അവളുടെ ആവേശത്തിന് ഒരു കുഴപ്പമില്ല. ചേട്ടാ, സൂക്ഷിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൾ 9ാം മാസം വരെ എന്നോട് ചേർന്ന് നിന്നു. എന്നോട് കാണിക്കുന്ന ആഗ്രഹവും ആവേശവുമെല്ലാം അവൾക്ക് എന്നോടുള്ള സ്നേഹമായി കരുതി ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും മോള് പറഞ്ഞു, എങ്ങനെയെങ്കിലും 90 ദിവസം അങ്ങ് പോയായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മ പദ്ധതികളിൽ കടക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ആ സമയത്ത് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി. ഇത്തിരി ദൂരെയായിരുന്നു മാഡം. അപ്പോൾ എനിക്ക്
വല്ലാത്ത ക്ഷീണം. ചില ദിവസങ്ങളൊക്കെ അവൾ വരുമ്പോൾ ഞാൻ പറയും, നമുക്ക് ഇതൊന്ന് ചുരുക്കാം, എനിക്ക് വല്ലാത്ത ക്ഷീണമാണ്. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസത്തിലേക്ക് അത് മാറ്റി മാഡം. അതവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്നോട് പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ ക്ഷീണമാണെന്ന് പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന്. ഞാൻ പറഞ്ഞല്ല, ആഴ്ചയിൽ 3 ദിവസം ഞാൻ വരുന്നുണ്ടല്ലോ, നിന്റെ തിരുനടയിൽ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ ചിണുങ്ങുകയും കുടുങ്ങുകയും ചെയ്തു. ഇതൊന്നും എനിക്ക് പോരാ, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്കിപ്പോൾ വല്ലാത്ത ക്ഷീണമാണ്. ജോലിയാണോ മുഖ്യം, അതോ എൻ്റെ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് മുഖ്യം? ഇങ്ങനെയാകരുത് എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ അവളെ സ്നേഹിച്ച് പ്രേമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മാഡം. പക്ഷേ ഇടയ്ക്ക് വർക്കിലോട് ഇത്തിരി കൂടുതലായതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് അവിടെ തങ്ങേണ്ടി വന്നു. ആ സമയത്തൊക്കെ അവൾ എന്നോട് വഴക്കുണ്ടാക്കുമായിരുന്നു. ഞാൻ വരുന്നതും കാത്ത് സുഗന്ധപൂരിതയായി സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു വനദേവതയെപ്പോലെ അവൾ കാത്തു നിൽക്കും. ഞാൻ ചെല്ലുമ്പോൾ എന്നെ ക്ഷീണമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുളിക്കാൻ പോലും വിടില്ല മാഡം. അപ്പോഴേക്കും അവൾ പറയും, കുളിക്കുകയും നനയ്ക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ, ഞാൻ നിൽക്കുകയല്ലേ, നിങ്ങളെ എല്ലാം കൊണ്ടും എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഒന്നിൻ്റെ ആവശ്യമില്ല, കഴിഞ്ഞിട്ട് മതി ഏട്ടാ കുളിക്കുന്നത് എന്ന് പറഞ്ഞ് ആവേശത്തോടെ എന്നെ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ വഴക്കിട്ടും ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച ഇത്തിരി കൂടുതലായി. പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവൾ എന്നെ മൈൻഡ് ചെയ്യാതായി. ഞാൻ പറയും, നീ എന്താ ഇന്ന് കുളിക്കാതെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും, ആ വേണമെങ്കിൽ മതി, ഞാൻ ഇത്തിരി മുമ്പ് ഒന്ന് കുളിച്ചാൽ 3-4 മണിക്കൂർ മുമ്പ്, അത് മതി, ഉള്ള സുഗന്ധമൊക്കെ മതി, അല്ലാതെ നിങ്ങളിപ്പോൾ കാത്തു കിട്ടിയിരുന്നിട്ട് എനിക്ക് എന്ത് നേടാനാ എന്നൊക്കെ പറഞ്ഞ് മറ്റ് വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി മാഡം. ചില ദിവസങ്ങളിൽ ഞാൻ ആവേശത്തോട് ചെല്ലുമ്പോൾ പറയും, ഓ നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നല്ലേ, നിങ്ങൾക്ക് ക്ഷീണം കാണും, കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് അവളും തിരിഞ്ഞു കിടന്നുറങ്ങും. എനിക്ക് എത്ര ആലോചിച്ചിട്ടും അവളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം മനസ്സിലായില്ല. ഞങ്ങളോട് പറഞ്ഞു, ആഴ്ചയിൽ 3 ദിവസം, അത് ഞാൻ 5 ദിവസമാക്കണോ, 7 ദിവസമാക്കണോ, ഇനി ആഴ്ചയിൽ 10 ദിവസമാക്കണോ, ഞാൻ തയ്യാറാണ്, ഞാൻ നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഉള്ളതുപോലെ മുന്നോട്ട് പോയാൽ മതി, ഇതിപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ, അതുകൊണ്ടുള്ള ആ ഒരു ഇതായിരിക്കാം, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പഴയ ആവേശം അവൾക്കില്ല. അലറിത്തുള്ളുകയും അലറി വിളിക്കുകയും ചെയ്യുന്ന അവളുടെ സ്വഭാവം പാടെ മാഞ്ഞുപോയി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഞ്ഞി തരുന്ന ഒരു കനി എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് അവളുടെ മാറ്റങ്ങൾ. എനിക്ക് അവളോട് ഒന്നും പറയാൻ പറ്റില്ല. ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമായി എൻ്റെ ഭാഗത്താണല്ലോ കുറ്റം. അവളെന്നോട് ആദ്യമേ പറഞ്ഞതാണ്, എല്ലാ ദിവസവും അവൾക്ക് വേണ്ടി ഞാൻ വരണമെന്ന്. എനിക്കത് പറ്റിയില്ല, സാഹചര്യമല്ലേ, അതവൾ മനസ്സിലാക്കാതെ എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. എങ്കിലും ജീവിതമല്ലേ, തട്ടിയും മുട്ടിയും അതങ്ങനെ പോയി. ഇത്രയും അകൽച്ചയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സങ്കടം മനസ്സിൽ വന്നു. ഞാൻ അവളോട് തുറന്നു വെച്ചപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നാണ്, ഇനിയിപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ ഒരു കഥ കണ്ടു മാഡം. ഒരു അനുഭവക്കുറിപ്പാണ്. അയാളുടെ ഭാര്യ അങ്ങേരുമായിട്ട് അകന്നോ, അതിന് കാരണം അയാൾ കണ്ടുപിടിക്കാൻ നടന്നപ്പോൾ അടുത്ത വീട്ടിലെ ആരോ ആയി ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് അയാൾ കണ്ടുപിടിച്ചെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സംശയമായി. അയൽ വീട്ടുകാർ ഞങ്ങളുമായിട്ടൊക്കെ നല്ല ക്ലോസ് ആണ്. അവിടേക്ക് വെളുത്ത് തുടുത്ത് നല്ല ചെക്കന്മാരുണ്ട്, 20, 22, 23 വയസ്സുള്ള ചെക്കന്മാർ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെയും ഇപ്പുറത്തെ വീട്ടിലെ ചെക്കന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരന്മാരാണ്, ജിമ്മിലൊക്കെ പോയിട്ട് ദേഹം നല്ല അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നവർ. അവരെയൊക്കെ കണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇനി ലാസ്യഭാവം ഇളകിയതാണോ? എൻ്റെ അളിയൻ വീട്ടിലില്ലാത്തത് കൊണ്ട് അച്ഛൻ കൂട്ടായിട്ട് ചേച്ചിയോടാണ് താമസം. അമ്മയും ഇടയ്ക്ക് പകലൊക്കെ അങ്ങോട്ടങ്ങ് പോകും, എന്നിട്ട് വൈകിട്ടേ വരികയുള്ളൂ. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, തന്നെ എൻ്റെ ഭാര്യ വീട്ടിലിരിക്കുകയാണ്, കുട്ടിയെ ഉറക്കി കിടത്തിയിട്ട് അവൾക്ക് അടുത്ത വീട്ടിലെ ആരെങ്കിലുമായിട്ട് എന്ത് ബന്ധം വേണമെങ്കിലും ഉണ്ടാക്കാം. അതായിരിക്കുമോ എന്നോടുള്ള ദേഷ്യത്തിന് കാരണം? ഞാൻ അത് തന്നെ മനസ്സിൽ വിചാരിച്ചു മാഡം. അങ്ങനെ പല സമയത്തും സർപ്രൈസായിട്ട് ഞാൻ വീട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി, ഇവളുടെ കള്ളബന്ധം കണ്ടുപിടിക്കണമെന്നും. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഓർക്കും അതെൻ്റെ സംശയരോഗം മൂലമായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല മാഡം, എന്തോ ഒരു ബന്ധം ഇവൾക്കുണ്ടെന്ന് എൻ്റെ മനസ്സ് അങ്ങ് പറഞ്ഞു. പലപ്പോഴും ഞാൻ വരുമല്ലോ, ആ സമയത്ത് അവൾ അറിയില്ല. വീടൊക്കെ നല്ല നിശ്ചലമായിരിക്കും, അവൾ കിടന്ന് ഉച്ചയുറക്കവുമായിരിക്കും. ആ സമയത്ത് എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ വട്ടം വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു 7-ാമത്തെയോ 8-ാമത്തെ വട്ടമാണ് മാഡം ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി അവിടെ ആരോ ഉണ്ടെന്ന്. ഞാൻ വീടിൻ്റെ അവിടെ പമ്മി നിന്നു.
അകത്ത് ഒരാളുണ്ട്, എന്തൊക്കെയോ സംസാരമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ അവിടെ ചെന്ന് പുറത്തുനിന്ന് കാതോർത്തു. അപ്പോൾ അവിടെ ഒരു പിടിവലി നടക്കുന്ന പോലെയാണ്. എടാ, ഇത് ശരിയാകില്ല, ഇവിടെ വെച്ച് വേണ്ട, ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാകും. എന്താ ചേച്ചി, ചേച്ചി എപ്പോഴും പുറത്തെ ബാത്റൂമിൽ വെച്ചിട്ട് മാത്രമാണോ ഇഷ്ടപ്പെടുന്നത്? സാധാരണ നല്ലൊരു അന്തരീക്ഷത്തിൽ വേണ്ട ഇതൊക്കെ. ചേച്ചി ഇന്നിവിടെ മതിയെന്നും. എടാ, അത് വേണ്ട, അത് ശരിയാകില്ല. അദ്ദേഹത്തിന് സ്മെല്ലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് സ്മെല്ല്? അതൊക്കെ നിനക്കറിയത്തില്ല, നീ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ചേച്ചി പ്ലീസ്, ഇന്നെങ്കിലും ഇവിടെ വെച്ച് വേണ്ട വേണ്ട, മുറിക്കകത്ത് വെച്ച് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറത്തെ ബാത്റൂമിൻ്റെ ഇവിടേക്ക് പോകാം എന്ന് പറയുന്നു. ഈ ചെക്കന് സ്വരം കേട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തേതാണോ ഇപ്പുറത്തേതാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ഞാൻ പമ്മിപ്പോയിരുന്നു മാഡം. അപ്പോൾ ഉണ്ട് പുറത്തെ ബാത്റൂം. അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് പുറത്തെ ബാത്റൂമാണ് ഏറ്റവും ഇഷ്ടം. അവിടേക്ക് അവൾ ആദ്യം കയറുന്നു. ചെക്കന് പുറകെ കയറുന്നു. ചെക്കനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിൽ ഏറ്റവും കൂടുതൽ മസിലുള്ള ചെക്കനാണ്. അപ്പുറത്തേത് അവൻ്റെ പേര് ഡിനു എന്നാണേ. അവൻ പണ്ടേ ഒരു കോഴിയാണെന്ന് എൻ്റെ അമ്മയും ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിയെ പോലും ട്യൂൺ ചെയ്താണെന്ന്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ആരും വീണു പോകും, അത്രയും സുന്ദരനാണ്. ഷർട്ടിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പലപ്പോഴും നാട്ടുകാർ കുറ്റം പറഞ്ഞതും കേട്ടിട്ടുണ്ട്. ചെക്കനിങ്ങനെ മസിലും കാണിച്ച് നടക്കുകയാണെന്നും. ഓ, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ തന്നെ നിന്നാൽ വിഷുക്കണി കാണാം. കണി സ്വന്തമാക്കാൻ അവൾക്കും ഇഷ്ടമായിരിക്കും. രണ്ടുപേരും ബാത്റൂമിൻ്റെ കഥ കടച്ചു. അപ്പോഴും അവൻ പറഞ്ഞുണ്ട്, ചേച്ചി പ്ലീസ് പ്ലേസ് മാറ്റാമെന്നും. പ്ലേസ് ഒന്നും മാറ്റണ്ട, ഡേഞ്ചറസ് ആണ്. ചേച്ചി എന്തിനാണ് അയാളെ സഹിക്കുന്നത്? എൻ്റെ കൂടെ വന്നുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറയുകയാണ്, അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വില നിനക്കറിയില്ല. നിൻ്റെ കൂടെ ചാടി വന്നിട്ടെന്താ? നിനക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഇതുപോലെയുണ്ട്. എടാ, ഇതൊക്കെ നിൻ്റെ നേരം പോക്കല്ലേ? ചേച്ചിക്ക് നേരം പോക്കല്ലേ? അതേടാ, കിട്ടാത്തത് തേടി നടക്കുകയാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് കിട്ടാത്തത് ഞാൻ തേടി. ഭാഗ്യത്തിന് നീ അവിടെ നിന്ന് കണ്ണും കാലും കാണിച്ചത് കൊണ്ട് എനിക്ക് അവസരങ്ങളൊത്തു, അത്രയേ ഉള്ളൂ. ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമൊന്നുമല്ല. നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ജീവിതമൊന്നും കിട്ടില്ല. പക്ഷേ അതെല്ലാം നോക്കുമ്പോൾ നല്ല ചിലത് കിട്ടും. അതുകൊണ്ട് ചിലക്കാതെ തുടങ്ങടാ എന്ന് പറയുന്നു. അപ്പോഴേക്കും ചെക്കന് ആവേശമായി. പൂച്ചകൾ കടിപിടി കൂടുന്ന ശബ്ദം ഞാൻ രാത്രിയിൽ കേട്ടിട്ടുണ്ട്. മനുഷ്യർക്കും അങ്ങനെ ഒരു ശബ്ദമുണ്ടെന്ന് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്തായാലും ബാത്റൂം പൊളിഞ്ഞു വീഴുമോയെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. അകത്തുനിന്ന് അവളുടെ ഇംഗ്ലീഷിലുള്ള ചില വർത്തമാനങ്ങളും മലയാളത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവളിപ്പോൾ എന്നോട് പ്രയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അവനിലൂടെ കണ്ടെത്തുകയാണ്. അവൻ എന്നേക്കാൾ മെച്ചമാണെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഹൃദയം തകർന്ന വേദനയോടുകൂടിയാണ് ഞാനത് കേട്ടിരുന്നത്. മാഡം വിശ്വസിക്കില്ല, അത്രയും പരിമിതമായ സൗകര്യമുള്ള അതിനകത്ത് അവർ 1.5 മണിക്കൂർ ചെലവിട്ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുഞ്ഞുറങ്ങിക്കിടക്കുകയാണ്. അത് ഉണർന്നോന്ന് പോലും അവൾ നോക്കിയില്ല. രണ്ടിനെയും കൈയോടുകൂടി പിടികൂടാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു മാഡം. പക്ഷേ പേടി, ഭയം അതൊക്കെ എന്നെ പിന്തിരിപ്പിച്ചു. അവർ രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോകുന്നത് കണ്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വന്നത്. ഭാര്യയ്ക്കപ്പോൾ ഭാവഭേദമൊന്നുമില്ല, സാധാരണ രീതിയിലുള്ള പുച്ഛം മാത്രമാണ്. അന്ന് ഞാൻ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് പറ്റില്ല, ഇന്ന് എനിക്കിതിന് പറ്റിയ മൂഡല്ല, ഡേറ്റ് അല്ല, അതായതാ എന്നൊക്കെ പറഞ്ഞു മാഡം. അതിൻ്റെ കാരണം എനിക്ക് പിടികിട്ടി. അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി വിഷമത്തിലാണ്. അത് കഴിഞ്ഞ ഒരു ദിവസം ഇതേപോലൊരു സന്ദർഭത്തിൽ എനിക്ക് ഇത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നു. അന്ന് അവൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ചേച്ചി ഇനിയിപ്പോൾ രണ്ടാമത്തെ കുട്ടി വല്ലതും ആയാലോ എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, പിന്നെ കുട്ടി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ എൻ്റെ കെട്ടിയവനുണ്ട്. ഇനിയിപ്പോൾ ഏത് അക്കൗണ്ടിലാണെങ്കിലും അത് കെട്ടിയൻ്റെ അക്കൗണ്ടിൽ വരുവേടാ, നീ അതുകൊണ്ട് മുന്നോട്ട് പോകുമോനെ ചക്കരെ എന്ന് പറഞ്ഞു. ഈ 2 തവണയും ഞാൻ വെറുതെ ഇത് കണ്ടു നിന്നതേ ഉള്ളൂ. എനിക്ക് പ്രതികരിക്കാൻ ഒത്തിരി ഭയമാണ് മാഡം. എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നു പോകില്ല അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ. കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമമാകും. അത് ഓർക്കാൻ കൂടി വയ്യ. അത് പേടിച്ച് ഞാനെല്ലാം സഹിക്കുകയാണ് മാഡം. ആ കൂടി വല്ലാത്ത വിഷമത്തിലാണ്. മാഡം പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി നമ്മുടെ പാർട്ട്ണർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണോ വേണ്ടയോ സഹിച്ചു പോകണോ എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞത് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു ഭാര്യ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറവൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ബന്ധം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അത് പൊളിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ഭാര്യയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ അവരുടെ കൂടെ കഴിയാനുള്ളൊരു സന്ദർഭം നിങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരുടെ വികാരങ്ങൾ അറിഞ്ഞ് പെരുമാറേണ്ട ഒരാളാണ്
അവളാണല്ലോ ഭർത്താവ്. അതിന് ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ശ്രദ്ധ പല സ്ഥലത്തേക്ക് പോയി. അതങ്ങനെയാണ്. കാരണം മനുഷ്യർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴാണല്ലോ താല്പര്യം കൂടുന്നത്. അത് ശരിയായിരിക്കാം. അവർക്ക് അമിതമായ ഒരു ആവേശം കാണുമായിരിക്കാം. ചെറുപ്പക്കാരിയല്ലേ, പിന്നെ അതിനെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിച്ചും കാണില്ല. കുടുംബജീവിതമാണ്, അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചിരിക്കരുത്. മറ്റു പല കാര്യങ്ങളുമുണ്ട്, കൺട്രോളും വേണമെന്ന്. അത് അവർക്ക് മനസ്സിലായില്ല. അതാണ് പ്രധാന കാര്യം. നിങ്ങളത് പരിഹരിക്കാനും ശ്രമിച്ചില്ല. ആദ്യമേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തുറന്ന് സംസാരിച്ച് രണ്ടുപേരും കൂടി ഒരു ഫാമിലി കൗൺസിലറെ കണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഓക്കെ ആയിനി. അവർക്ക് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായനിയും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കുടുംബജീവിതത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അത് ചിലർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ജീവിതം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഭാര്യയോട് പറയുക, ഇപ്പോൾ ഒത്തിരി അകന്നു പോയിരിക്കുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാകുകയില്ല. എനിക്കും ചില സോഴ്സുകളിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് ഒരറിവ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പിണങ്ങി നമ്മുടെ ജീവിതം രണ്ട് വഴിക്കാകേണ്ടി വരും. അത് വലിയ പ്രശ്നങ്ങളാകും. അപ്പോൾ എന്തെങ്കിലും കുറവുകളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തുറന്ന് ചർച്ച ചെയ്യാം എന്ന് പറയുക. അവരതിന് സന്നദ്ധയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുക, ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ദൃശ്യം ഞാൻ കണ്ടു, അതെൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ശരി, അതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സമാനത്തോടുകൂടി ചോദിക്കാം. വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർ കാണുകയില്ല. നിങ്ങൾക്കവരെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ചില ആണുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ടു, വേണ്ട, നീ നിൻ്റെ വഴിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല, ഭാര്യ നിലനിർത്തണമെങ്കിൽ അവരോട് വളരെ കാര്യമായിട്ട് സംസാരിച്ചേ പറ്റും. വഞ്ചിച്ച അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണറെ നിലനിർത്തണോ അല്ലെങ്കിൽ ഉപേക്ഷിക്കണോ, തെറ്റിത്തിരുത്തി കൂടെ കൂട്ടണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് മറ്റേ പാർട്ണറാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലുള്ള സമീപനമാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ക്ഷമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവരും ഈ പറഞ്ഞതുപോലെ ആവേശം കൊണ്ട് പറ്റിപ്പോയതായിരിക്കാം. അപ്പോൾ അത് തുറന്ന് സമാധാനപരമായി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ തുടർന്ന് പോകും. നിങ്ങളത് കണ്ടു നിൽക്കേണ്ടി വരും, നിങ്ങൾ സഹിക്കേണ്ടി വരും. അവളെവിടെയെങ്കിലും പോയിക്കോട്ടെ, എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയും വീട്ടിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത വീട്ടിലെ ചെക്കൻ്റെ കുട്ടിയാണെങ്കിലും രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ വളർത്താൻ എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനങ്ങ് നിന്നോളും എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അപ്പം ഏത് തരത്തിലുള്ള പുരുഷനാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക.